ഇന്ന് നമ്മൾ ശ്രവിക്കുക നിത്യജീവനെക്കുറിച്ച്. നിത്യജീവനിൽ നമുക്കെങ്ങനെ പങ്കാളികളായിട്ട് മാറാം? നമ്മളൊക്കെ നിത്യജീവനിലേക്ക് പ്രവേശിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരല്ലേ? ആണോ? നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് നിത്യജീവനാണ്. ഈ ലോകത്തിൽ നിന്ന് മരണശേഷം നമ്മൾ സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വിളിക്കപ്പെട്ടവരാണ്. സഭ തീർത്ഥാടക സമൂഹമാണ് എന്ന് നമ്മൾ വിശ്വസിക്കുക. സഭ നമ്മെ പഠിപ്പിക്കുന്നതും അതാ. നമ്മൾ തീർത്ഥാടക സമൂഹമാണ്. തീർത്ഥാടക സമൂഹത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് സ്വർഗം തന്നെയാണ്. സ്വർഗം ലക്ഷ്യമാക്കിയാണ് നമ്മൾ ജീവിക്കുക. പഴയ നിയമത്തിൽ നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവർ കാനാൻ ദേശം ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്ന ദൈവജനത്തെക്കുറിച്ച്. പുതിയ ഇസ്രായേലായ നാം സ്വർഗം ലക്ഷ്യമാക്കി, നിത്യജീവൻ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്നവരാണ്. നമ്മുടെ ഈ ലോകത്തേക്ക് ജീവിതവും സ്വർഗത്തിലുള്ള നമ്മുടെ ജീവിതവും, അങ്ങനെ രണ്ട് തരത്തിൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് തരംതിരിക്കാൻ പറ്റും. ഒന്ന് ഭൗമിക ജീവിതമെന്നും രണ്ടാമത്തേത് സ്വർഗീയ ജീവിതമെന്നും നമുക്ക് തരംതിരിക്കാം. ഭൗമിക ജീവിതമെന്ന് പറയുന്നത് എന്താ? മരണത്തിന് മുമ്പ് നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്ന ജീവിതത്തെ. അതിനെ ഗ്രീക്ക് പിതാക്കന്മാർ തെയോസിസ് എന്നാ പറയുക. തെയോസിസ് എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവീകരണം എന്ന, ഡിവൈനൈസേഷൻ എന്ന് നമുക്ക് പറയാം. അതിലെ ലാറ്റിനിൽ ദൈവിക്കേഷൻ എന്ന് പറയുക. ഇതിൻ്റെ എല്ലാം അർത്ഥമെന്ന് പറയുന്നത് ദൈവിക ജീവനിൽ പങ്ക് പറ്റിക്കൊണ്ടുള്ള ജീവിതമാണ് നമ്മുടേത് എന്ന. ദൈവിക ജീവനിൽ പങ്ക് പറ്റിക്കൊണ്ട് ഈ ലോകത്തിൽ ജീവിക്കുന്നതിനെയാണ് നമ്മൾ തെയോസിസ് എന്ന് പറയുക. സ്നേഹമുള്ളവരെ, നമുക്ക് മരണശേഷം ഒരു ജീവിതമുണ്ട്. അതിനെന്താ പറയുക? ബിയാക്ടിഫിക്കേഷൻ എന്നാ പറയാം. ബിയാക്ടിഫിക് വിഷൻ എന്നാ പറയുക. ബിയാക്ടിഫിക് വിഷൻ എന്ന് പറഞ്ഞാൽ ദൈവത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് സ്വർഗത്തിൽ ജീവിക്കുന്ന അവസ്ഥയെയാണ് പറയുക. നമ്മുടെ മരണശേഷം നമ്മൾ സ്വർഗത്തിലെത്തിക്കഴിയുമ്പോൾ ദൈവത്തെ മുഖത്തോട് മുഖം നോക്കി നമ്മൾ ജീവിക്കുന്ന നമ്മുടെ അവസ്ഥ. നമ്മുടെ ജീവിത ലക്ഷ്യമെന്ന് പറയുന്നത് ഇതാ. ദൈവത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് സ്വർഗത്തിൽ ആയിരിക്കുന്നതിനു വേണ്ടിയാണ് ഈ ലോകത്തിൽ നമ്മൾ സൃഷ്ടിക്കപ്പെട്ടത്. നമ്മുടെ ലക്ഷ്യം തെറ്റിപ്പോയാലോ? സ്വർഗം ലക്ഷ്യമാക്കി നമ്മൾ ജീവിക്കേണ്ട നമ്മൾ ഈ ലോകത്തിലെ വേണ്ടി, ഈ ലോകത്തിലെ സൗഭാഗ്യങ്ങൾ ലക്ഷ്യം കണ്ടുകൊണ്ട് ജീവിക്കാനായിട്ട് തുടങ്ങിയാലോ നമ്മൾ സ്വർഗത്തിലെത്തുമോ? എത്തുമോ? ദൈവകൃപയാൽ, ദൈവം അനുവദിച്ചാൽ എന്നൊക്കെ നമുക്ക് പറയേണ്ടി വരും അല്ലേ? ദൈവം നമ്മളോട് കരുണ കാണിച്ചാൽ അല്ലേ? സ്നേഹമുള്ളവരെ, നമ്മുടെ ലക്ഷ്യമെന്നുള്ളത് സ്വർഗമാണ്. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 1023 ഇപ്രകാരം പറയുന്നുണ്ട്: ദൈവത്തിൻ്റെ കൃപാവരത്തിലും സൗഹൃദത്തിലും മരിക്കുകയും പൂർണ്ണമായി വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്നവർ ക്രിസ്തുവിനോടുകൂടെ എന്നേക്കും ജീവിക്കുന്നു. അവർ എന്നേക്കും ദൈവത്തെ പോലെയാണ്. എന്തെന്നാൽ അവിടുന്ന് ആയിരിക്കുന്നത് പോലെ അവർ അവിടുത്തെ മുഖാമുഖം കാണുന്നു എന്ന്. സ്വർഗത്തിൽ നമ്മളായിരിക്കുന്ന അവസ്ഥയെപ്പറ്റി കത്തോലിക്കാ സഭ നമ്മളെ പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: ദൈവത്തിൻ്റെ കൃപാവരത്തിൽ
ദൈവത്തിൻ്റെ കൃപാവരം നമുക്ക് കിട്ടിയത് ആരിലൂടെയാണ്? പുത്രനിലൂടെയാണ്. ദൈവത്തിൻ്റെ സൗഹൃദം നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റിയത് ആരിലൂടെയാണ്? ഈശോയിലൂടെയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ കൃപാവരത്തിലും സൗഹൃദത്തിലും നാം മരിക്കുകയും പൂർണ്ണമായി വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്നവർ ക്രിസ്തുവിനോടുകൂടെ എന്നേക്കും ജീവിക്കുന്നു. ഈശോയുമായിട്ട്, ഈശോയുടെ കൃപാവരത്തിലും അവിടുത്തെ സൗഹൃദത്തിലും ജീവിക്കുന്ന നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുകയും എന്നേക്കും അവിടുത്തോടുകൂടെ നമ്മൾ ജീവിക്കുകയും ചെയ്യുന്നു. ഈ അവസ്ഥയാണ് ദൈവത്തോടെ മുഖാമുഖം കണ്ടുകൊണ്ട് നമ്മൾ ജീവിക്കുന്നത്. ഇതാണ് സ്വർഗത്തിലെ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനം, 1-ാമത്തെ ലേഖനം 13-ാം അധ്യായം 12-ാമത്തെ തിരുവചനങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്: ഇപ്പോൾ നാം കണ്ണാടിയിലൂടെ അവ്യക്തമായി കാണുന്നു, അപ്പോഴാകട്ടെ മുഖാമുഖം ദർശിക്കും. ഇപ്പോൾ ഞാൻ ഭാഗികമായി അറിയുന്നു, അപ്പോഴാകട്ടെ ദൈവം എന്നെ പൂർണ്ണമായി അറിയുന്നത് പോലെ ഞാനും പൂർണ്ണമായിട്ട് അറിയും. ഇപ്പോഴും നമ്മൾ ദൈവത്തെ അറിയുന്നത് എങ്ങനെയാണെന്നാണ് പൗലോസ്ലീഹ നമ്മോട് പറഞ്ഞു വയ്ക്കുക. ഒരു കണ്ണാടിയിൽ എന്ന പോലെ അവ്യക്തമായിട്ട് നമ്മൾ കാണുന്നു. എന്നാൽ സ്വർഗത്തിലെത്തിക്കഴിയുമ്പോഴോ മുഖാമുഖം ദൈവത്തെ കണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരവസ്ഥ. സ്നേഹമുള്ളവരെ, നമ്മൾ സ്വപ്നം കാണുന്നവരാകണം, അല്ലേ? എന്തിനെക്കുറിച്ചാണ്? ഈ ലോകത്തെ സൗഭാഗ്യത്തെക്കുറിച്ചല്ല, നമ്മുടെ സ്വർഗത്തിലുള്ള ജീവിതത്തെക്കുറിച്ച്. സ്വർഗത്തിലെത്തി ദൈവത്തോടൊത്ത് മുഖാമുഖം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയെ നമ്മൾ സ്വപ്നം കാണാൻ തുടങ്ങുമ്പോൾ നമ്മളെന്ത് ചെയ്യും? ഈ ലോകത്തിൽ നമ്മൾ ദൈവത്തോട് ചേർന്ന്, ഈശോയോട് ചേർന്ന്, അവിടുത്തെ കൃപാവരത്തോട് ചേർന്ന് ജീവിക്കുവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കും. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കും. അതാണ് വിശുദ്ധ ജീവിതം എന്ന് പറയുന്നത്. ഈ ലോകത്തിൽ ജീവിച്ച് വിശുദ്ധരായി തീർന്നവരൊക്കെ ഈ ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് ജീവിച്ചവരാ. വിശുദ്ധ അൽഫോൻസാമ്മയും വിശുദ്ധ മദർ തെരേസയും ഒക്കെ ജീവിച്ചത് ഈ സ്വർഗം സ്വപ്നം കണ്ടുകൊണ്ട് ജീവിച്ചതുകൊണ്ട്. അതുകൊണ്ട് അവർ ഈ ലോകത്തിൽ നിന്ന് മരിച്ചപ്പോൾ നേരെ എവിടേക്ക് പോയേ? സ്വർഗത്തിലേക്ക് പോയി. നമ്മളൊക്കെ സ്വപ്നം കാണുന്നത് എന്താണ്? എന്താ? ശുദ്ധീകരണ സ്ഥലം, അല്ലേ? അവിടെ ചെന്നിട്ട് അവിടുന്ന് ഏണി വെച്ച് സ്വർഗത്തിലേക്ക് കയറാമെന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരാണ് നമ്മളൊക്കെ. അതിനപ്പുറത്തേക്ക് വിശുദ്ധിയിൽ ജീവിച്ച് സ്വർഗത്തിലേക്ക് പോകുന്നതിനെ പറ്റി നാം പലപ്പോഴും ചിന്തിക്കാറില്ല എന്നുള്ളത് തന്നെ. സ്നേഹമുള്ളവരെ, അതുകൊണ്ടാണ് നമ്മുടെ ലക്ഷ്യം മാറരുത് എന്ന് ഞാൻ പറഞ്ഞത്. നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് സ്വർഗമായിരിക്കണം. അങ്ങനെ സ്വർഗം ലക്ഷ്യം വയ്ക്കുമ്പോൾ നമ്മൾ വിശുദ്ധി ജീവിക്കാൻ തുടങ്ങും. നമ്മുടെ ജീവിതം വിശുദ്ധീകരിക്കപ്പെടാനായിട്ട് തുടങ്ങും. അപ്പോൾ മരണശേഷം മരണത്തെ ഭയപ്പെട്ട് ഈ ലോകത്തിൽ ജീവിക്കേണ്ടത് നമുക്കുണ്ടോ? മരണത്തെ ഭയപ്പെട്ട് ജീവിക്കുന്നവരെ ഞാൻ കണ്ടു കഴിഞ്ഞ ദിവസം. മരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഭയമായിപ്പോയി. ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി കഴിഞ്ഞപ്പോൾ മരിക്കുമോ എന്നോർത്ത് വേദനിച്ച് ഭയപ്പെട്ട് ആകുലപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയെ കണ്ടുമുട്ടാനായിട്ടിടയായി. സ്നേഹമുള്ളവരെ, നമ്മളൊക്കെ അങ്ങനെ ജീവിക്കുന്നവരാണോ? മരണത്തെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കും എപ്പോഴാണ്? വിശുദ്ധിയിൽ നമ്മൾ ജീവിക്കാനായിട്ട് തുടങ്ങുമ്പോൾ. അതുകൊണ്ട് പൗലോസ്ലീഹ പറയുക, മരിച്ച് ദൈവത്തോടു കൂടി ആയിരിക്കാനായിട്ട് ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നു എന്ന്.
പൗലോസ്ലീഹ ഈ സത്യം മനസ്സിലാക്കിയത് കൊണ്ട് മരിച്ച് ദൈവത്തോടു കൂടി ആയിരിക്കാനായിട്ട് ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് ഈ പൗലോസ്ലീഹ പറയുക. വിശുദ്ധ ബർണാദ് പുണ്യവാളൻ മരണത്തെക്കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്: നമ്മൾ ഒരു മുറിയിൽ കയറി വാതിലടച്ചു കഴിഞ്ഞാൽ പുറത്തുള്ളവരാരൊക്കെയാണ് എന്ന് നമുക്കറിയില്ല. പുറത്തു നിൽക്കുന്നവർക്കും അറിയില്ല അകത്തു നിൽക്കുന്നവരാണ് ആരാണ് എന്ന്. അതുപോലെയാണ് നമ്മുടെ മരണമെന്നാ പറയുക. ഒരു മുറിയുടെ അപ്പുറവും ഇപ്പുറവും പോലെ. സ്നേഹമുള്ളവരെ, ഈ മരണത്തെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം എന്താ? ഈശോ മരണത്തെ കീഴടക്കി മരണത്തിന്മേൽ വിജയം നേടി നമുക്ക് സ്വർഗം നേടി തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഈശോ നേടിയ വിജയം എന്ന് പറയുന്നത് പാപത്തിന്മേലാ, ഈ മരണത്തിന്മേലാ. അതുകൊണ്ട് ഈശോയോട് ചേർന്ന് ദൈവകൃപയിൽ അവിടുത്തോട് ചേർന്ന് യോജിച്ച് നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ സ്വർഗം ലക്ഷ്യമാക്കി നമ്മൾ ജീവിക്കുന്നവരായിട്ട് മാറും. ഈ നിത്യജീവിതം ലക്ഷ്യം വെച്ചുകൊണ്ട് നമുക്കെങ്ങനെ ജീവിക്കാനായിട്ട് സാധിക്കും? മനുഷ്യന് സ്വയമേ അത് സാധ്യമല്ല, അല്ലേ? ആണോ? അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കണമെന്ന് പറയുക. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 460 നമ്മെ പഠിപ്പിക്കുന്നതും ഇതുതന്നെയാണ്. 4ാമത്തെ തിരുവചനത്തിൽ ഇത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ദുരാശ മൂലം ലോകത്തിലുണ്ടാകുന്ന വിനാശത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ദൈവിക സ്വഭാവത്തിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിന് തൻ്റെ മഹത്വവും ഔന്നത്യവും വഴി അവിടുന്ന് നിങ്ങൾക്ക് അമൂല്യവും ശ്രേഷ്ഠവുമായ വാഗ്ദാനങ്ങൾ നൽകിയിരിക്കുന്നു എന്ന്. എന്താ പത്രോസ്ലീഹ പറയുക? ദുരാശ മൂലം ഈ ലോകത്തിലുണ്ടാകുന്ന വിനാശങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് ദൈവിക സ്വഭാവത്തിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിന് തൻ്റെ മഹത്വവും ഔന്നത്യവും അവിടുന്ന് നിങ്ങൾക്ക് അമൂല്യവും ശ്രേഷ്ഠവുമായ വാഗ്ദാനങ്ങൾ നൽകിയിരിക്കുന്നു എന്ന്. ഇതിൻ്റെ അർത്ഥം എന്താ? ഈ ലോകത്തിൽ നമ്മുടെ ദുരാശകളും ഈ ലോകത്തിൻ്റെ വിനാശങ്ങളിൽ നിന്നുമൊക്കെ നമ്മൾ രക്ഷപ്പെടുന്നതിന് വേണ്ടി തൻ്റെ മഹത്വവും ഔന്നത്യവും ഉപേക്ഷിച്ച് ഈശോ മനുഷ്യനായിട്ട് ഈ ലോകത്തിലേക്ക് കടന്നു വന്നു എന്നു തന്നെയാണ്. ഇതുതന്നെയാണ് യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 10-ാമത്തെ തിരുവചനത്തിലും നമ്മോട് പറഞ്ഞു വയ്ക്കുക. ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആണെന്ന് നീ വിശ്വസിക്കുന്നില്ലേ? ഞാൻ നിങ്ങളോട് പറയുന്ന വാക്കുകൾ സ്വമേധയാ പറയുന്നതല്ല, പ്രത്യുത എന്നിൽ വസിക്കുന്ന പിതാവ് എൻ്റെ പ്രവർത്തികൾ ചെയ്യുകയാണ്. ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമാണെന്ന് ആ ദിവസം നിങ്ങളറിയും. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 20-ാമത്തെ തിരുവചനം. ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമാണെന്ന് ആ ദിവസം നിങ്ങളറിയും. 14-ാം അധ്യായം 10-ാമത്തെ തിരുവചനം പറയുന്നത് എന്താ? ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആണെന്ന് നീ വിശ്വസിക്കുന്നില്ലേ? ഞാൻ നിങ്ങളോട് പറയുന്ന വാക്കുകൾ സ്വമേധയാ പറയുന്നതല്ല, പ്രത്യുത എന്നിൽ വസിക്കുന്ന പിതാവിന് തൻ്റെ പ്രവർത്തികൾ ചെയ്യുന്നത് കണ്ടുകൊണ്ട് നിങ്ങൾ പറഞ്ഞാൽ മതി എന്ന. സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ പ്രവർത്തികൾ കണ്ടിട്ട് ഒന്നുകിൽ നമ്മൾ പറയണം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം വിശ്വസിച്ചിട്ട് നമ്മൾ പറയണം. യോഹന്നാൻ്റെ സുവിശേഷം 14:20 ഈശോ പറയുന്നതാ, ഞാൻ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമാണെന്ന് ആ ദിവസം നിങ്ങളറിയും. എന്നാ നിത്യ സമ്മാനത്തിനായിട്ട് നമ്മൾ വിളിക്കപ്പെടുമ്പോൾ ഈശോയെ, ദൈവത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് നമ്മളിരിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകുമെന്നാണ് പറയുക.
അതുകൊണ്ട് യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 17-ാം അധ്യായം 11-ാമത്തെ തിരുവചനത്തിൽ ഈശോ ഇപ്രകാരം പ്രാർത്ഥിക്കുകയാണ്: ഇനിമേൽ ഞാൻ ലോകത്തിലല്ല, എന്നാൽ അവർ ലോകത്തിലാണ്. ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വരുന്നു. പരിശുദ്ധവാനായ പിതാവേ, നമ്മെ പോലെ അവരും ഒന്നായിരിക്കേണ്ടതിന് അവിടുന്ന് എനിക്ക് നൽകിയ അവിടുത്തെ നാമത്തിൽ അങ്ങ് അവരെ കാത്തുകൊള്ളണമേ. ഈശോ പ്രാർത്ഥിക്കുന്നത് എന്താ? നമ്മെ പോലെ അവരും ഒന്നായിരിക്കേണ്ടതിന്. 14-ാം അധ്യായം 20-ാമത്തെ തിരുവചനം എന്താ പറയുക? ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമായിരിക്കണം. ഈ 2 വചനങ്ങളും കൂടെ ഒന്ന് ചേർത്ത് വെച്ച്, പിതാവേ, നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കുന്നതിന്. അതാ ഈശോ ആഗ്രഹിക്കുന്നത്. പിതാവും പുത്രനും ഒന്നായിരിക്കുന്നത് പോലെ പുത്രനും നാമും ഒന്നായിരിക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുക. പിതാവ് പുത്രനിൽ എങ്ങനെയായിരിക്കുന്നു, ആ സ്നേഹബന്ധം എങ്ങനെയാണോ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ള ആ ബന്ധം എങ്ങനെയാണോ, അങ്ങനെ പുത്രനിൽ നമ്മളായിരിക്കണമെന്ന ഈശോ ആഗ്രഹിക്കുന്നത്. ആ ഒരു സ്നേഹബന്ധത്തിലേക്കാണ് ഈശോ നമ്മെ വിളിക്കുക. അതിനുവേണ്ടിയാ ഈശോ കുരിശിൽ മരിച്ച് നമുക്ക് രക്ഷ നേടിത്തന്നത്. ആ സ്നേഹബന്ധത്തിലേക്ക് നമ്മെ തിരിച്ചു വിളിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 23-ാമത്തെ തിരുവചനങ്ങളിൽ ഈശോ വീണ്ടും ഇങ്ങനെ പറയുക: നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കുന്നതിന് അങ്ങ് എനിക്ക് തന്ന മഹത്വം അവർക്ക് ഞാൻ നൽകിയിരിക്കുന്നു. അവർ പൂർണ്ണമായും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും അവിടുന്ന് എന്നിലുമായിരിക്കുന്നു. അങ്ങനെ അയച്ചുവെന്നും അങ്ങനെ സ്നേഹിച്ചതുപോലെ അവരെയും സ്നേഹിച്ചുവെന്നും ലോകം അറിയട്ടെ എന്ന്. ദൈവം പുത്രനെ സ്നേഹിച്ചതുപോലെ പുത്രൻ നമ്മെ സ്നേഹിച്ചുവെന്ന് ലോകം അറിയട്ടെ എന്ന ഈശോ പ്രാർത്ഥിക്കുന്നത്. പിതാവ് പുത്രനെ സ്നേഹിച്ചതുപോലെ പുത്രൻ നമ്മെ ഓരോരുത്തരെയും സ്നേഹിച്ചു. അതുകൊണ്ട് തൻ്റെ ജീവൻ കുരിശിൽ നമുക്ക് വേണ്ടി അർപ്പിച്ചുകൊണ്ട് ഈശോ പരിഹാര ബലിയായിട്ട് സമർപ്പിച്ചത്, പിതാവിന് സമർപ്പിച്ചത്. സ്നേഹമുള്ളവരെ, ഈ ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ദൈവത്തോട് ചേർന്ന് ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കാനുള്ള ഒരാഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടാവുക. ഇല്ല എങ്കിലോ ഈ ലോകത്തിന് വേണ്ടി ജീവിക്കുന്നവരായിട്ട് നമ്മൾ മാറും. ഈ ലോകത്തിലെ സുഖങ്ങൾക്ക് വേണ്ടി, ഈ ലോകത്തിലെ സന്തോഷങ്ങൾക്ക് വേണ്ടി, ഈ ലോകത്തിലെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി നമ്മൾ ജീവിക്കുന്നവരാകും. നമ്മുടെയൊക്കെ ഒരാഗ്രഹം എന്താ? ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ എന്താ? ഒരു വീട് വയ്ക്കണം, ഒരു കാറ് വാങ്ങിക്കണം, അല്ലേ? ഒരു വിവാഹം കഴിക്കണം, മക്കളെയൊക്കെ നന്നായിട്ട് വളർത്തണം. അതിലുപരിയായി നമുക്ക് ആഗ്രഹങ്ങളുണ്ടോ? അതിലുപരിയായിട്ട് നമുക്ക് ആഗ്രഹങ്ങളില്ല എങ്കിൽ നമ്മൾ ഈ ലോകത്തിനു വേണ്ടി ജീവിക്കുന്നവരായിട്ട് മാറും. ഈ ലോകത്തിൽ ജീവിച്ച് ഈ ലോകത്തിൽ മരിച്ചു പോകുന്നവരായിട്ട് നമ്മൾ തീരും. എന്നാൽ നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് നിത്യജീവനാണെങ്കിൽ, ദൈവത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് ജീവിക്കുന്ന അവസ്ഥകളെ സ്വപ്നം കാണുന്നവരാണ് നമ്മളെങ്കിൽ, ഈ ലോകത്തിൽ നമ്മൾ ഈ നിത്യജീവൻ ലക്ഷ്യമാക്കി ജീവിക്കാനായിട്ട് തുടങ്ങും. നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ ലോകത്തിലും നിത്യജീവനാകും. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷത്തിൽ 6-ാം അധ്യായം 33-ാമത്തെ തിരുവചനം ഇപ്രകാരം പറയുക:
നിങ്ങളാദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം നിങ്ങൾക്കെല്ലാം ലഭിക്കുമെന്ന്. ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കാനായിട്ട് തുടങ്ങുമ്പോൾ നമ്മൾ ഈ ഭവനം ലഭിക്കാൻ വേണ്ടി ഓടി നടന്ന് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. നല്ലൊരു ജോലി കിട്ടുന്നതിന് വേണ്ടി ഓടി നടന്ന് പ്രാർത്ഥിക്കേണ്ടി വരില്ല. രോഗം മാറാൻ വേണ്ടി ഓടി നടക്കേണ്ട ആവശ്യം വരത്തില്ല. ദൈവത്തോട്, ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ജീവിച്ചാൽ മാത്രം മതി. അപ്പോൾ ദൈവം എന്തു തരും? നമുക്കാവശ്യമായതെല്ലാം തരാൻ തുടങ്ങും. നമ്മുടെ ആവശ്യമായതെല്ലാം ദൈവം നമ്മുടെ ജീവിതത്തിൽ ക്രമീകരിക്കാനായിട്ട് തുടങ്ങും. സ്നേഹമുള്ളവരെ, ക്രൈസ്തവരായി നമ്മുടെ വിളി എന്ന് പറയുന്നത് ഇതാ. ഈ ലോകത്തെക്കുറിച്ച് ആകുലപ്പെടാതെ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുക എന്നുള്ളത് തന്നെയാണ്. നമുക്കൊരു ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ദൈവത്തോട് ചേർന്നുള്ള ജീവിതമാണ് നമ്മുടേത്. ഇത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ദൈവ മനുഷ്യ സ്നേഹബന്ധത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാകണം. ദൈവ മനുഷ്യ സ്നേഹബന്ധം ആരംഭിക്കുന്നത് എവിടാ? ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-ഉം 27-ഉം തിരുവചനങ്ങൾ. ദൈവം വീണ്ടും അരുളി ചെയ്തു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. 27-ാമത്തെ തിരുവചനം. ദൈവത്തിൻ്റെ ഛായയിൽ അവിടുന്ന് അവനെ സൃഷ്ടിച്ചു, ഭൂമി സ്ത്രീയും പുരുഷനുമായിട്ട് അവനെ സൃഷ്ടിച്ചു. ദൈവം നമുക്ക് തന്നിരിക്കുന്നത് എന്താ? ദൈവത്തിൻ്റെ ഛായയാണ്, ദൈവത്തിൻ്റെ സാദൃശ്യമാണ്. ഇറണിയോസ് ഓഫ് ലയോൺ എന്ന വിശുദ്ധൻ ഇപ്രകാരം പറയുന്നുണ്ട് ഇമേജിനെ കുറിച്ച്. എന്താ? ദൈവിക ഛായയെക്കുറിച്ച് ഇറണിയോസ് നമ്മോട് പറഞ്ഞു തരുന്നത് ഇപ്രകാരമാണ്. ദൈവം നമ്മെ ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിക്കുന്നത് അത് ദൈവത്തിൻ്റെ ദാനമാണ്. നമ്മുടെ കഴിവുകൊണ്ട് അല്ല, നമ്മൾ ആവശ്യപ്പെട്ടിട്ടല്ല, ദൈവത്തിൻ്റെ ദാനമായിട്ട് തന്നതാണ് ദൈവത്തിൻ്റെ ഛായ എന്ന് പറയുന്നത്. ഈ ദൈവത്തിൻ്റെ ഛായ എന്ന് പറയുന്നത് എല്ലാ മനുഷ്യർക്കുമുള്ളതാണ്. അത് ബുദ്ധിയുണ്ട്, എല്ലാ മനുഷ്യർക്കും ബുദ്ധിയുണ്ടല്ലേ. എല്ലാവർക്കും ദൈവം സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. എല്ലാവർക്കും ദൈവം സ്നേഹിക്കാനുള്ള കഴിവ് തന്നിട്ടുണ്ട്. എല്ലാവർക്കും ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുവാനുള്ള കഴിവ് തന്നിട്ടുണ്ട്. ഇതിനെയാ വിശുദ്ധ ഇറണിയോസ് ദൈവത്തിൻ്റെ ഛായ എന്ന് പറയുക. സ്നേഹിക്കാനുള്ള കഴിവ്, ദൈവിക സ്വാതന്ത്ര്യത്തിൽ ജീവിക്കാനുള്ള കഴിവ്. എന്നാൽ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ഈ പ്രതിച്ഛായയ്ക്കാണ് മുറിവേൽപ്പിച്ചത്. പ്രതിച്ഛായ പൂർണ്ണമായിട്ടും നശിപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന വിശുദ്ധൻ പറയുക. അതിന് മുറിവേൽക്കപ്പെടുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഈശോ വന്ന് കുരിശിൽ മരിച്ചപ്പോൾ ആ പഴയ അവസ്ഥയിലേക്ക് നമുക്ക് വീണ്ടും കടന്നു ചെല്ലാനുള്ള ഒരു സാധ്യത ഉണ്ടായത് എന്ന. സ്നേഹമുള്ളവരെ, സാദൃശ്യമെന്ന് പറയുന്നത് എന്താ? സാദൃശ്യമെന്ന് പറയുന്നത് ഈ വിശുദ്ധിയിൽ വളരാനുള്ള നമ്മുടെ കഴിവിനാണ്. സ്നേഹത്തിൽ വളരാനുള്ള നമ്മുടെ കഴിവിനെയാണ്. ക്രിസ്തുവിനെ പോലെ ആകാനുള്ള നമ്മുടെ കഴിവിനെയാണ്. ദൈവിക ജീവിതത്തിൽ പങ്കുപറ്റി ജീവിക്കുവാനുള്ള നമ്മുടെ കഴിവിനെയാണ്.
മനുഷ്യൻ നഷ്ടപ്പെടുത്തിയത് ഈ സാദൃശ്യത്തെ. പാപം ചെയ്തത് മൂലം ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുവാനുള്ള അവൻ്റെ കഴിവ് നഷ്ടപ്പെട്ടു. അവൻ ദൈവത്തിൽ നിന്ന് അകന്ന് മാറിപ്പോകുവാനായിട്ട് തുടങ്ങി. ഈ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഈ ദൈവിക ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ് ദൈവം മനുഷ്യരൂപം ധരിച്ച് ഈ ഭൂമിയിൽ അവതരിച്ചത്. നമ്മെ ഈ പാപത്തിൽ നിന്ന്, പാപത്തിൻ്റെ സ്വാധീനങ്ങളിൽ നിന്ന് വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് പുണ്യപരിപൂർണതയിലേക്കുള്ള യാത്ര എന്ന് പറയുക. നമ്മുടെയൊക്കെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് പുണ്യപരിപൂർണതയിലേക്കുള്ള ഒരു യാത്രയാണ്. നിന്റെ ദൈവമായ കർത്താവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നീയും പരിപൂർണനായിരിക്കണം. ഈ പരിപൂർണതയിലേക്കുള്ള വിളിയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാകും. നമ്മുടെയൊക്കെ വീടുകളിൽ കണ്ണാടി ഉണ്ടല്ലേ, ഇല്ലേ? ഇങ്ങോട്ട് പോരാൻ നേരത്ത് നമ്മൾ ലിപ്സ്റ്റിക്കൊക്കെ ഇടാനായിട്ട് നോക്കിയത് എവിടെയാണ്? ആ കണ്ണാടിയിൽ അല്ലേ? ചേട്ടന്മാർ മീശയൊക്കെ വെട്ടാൻ വേണ്ടിയിട്ട് നോക്കിയത് എവിടെയാണ്? ആ കണ്ണാടിയിൽ. എന്നാൽ ആ കണ്ണാടിക്ക് പൊടി പിടിച്ചിരിക്കുകയാണെങ്കിലോ എന്ത് പറ്റും? നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുമോ? മുഖം നന്നായിട്ട് കാണാൻ പറ്റുമോ? ഒരു അവ്യക്തത നമുക്കുണ്ടാകും, ഇല്ലേ? അതുപോലെയാണ് നമ്മുടെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കപ്പെട്ടു എന്ന പാപം ചെയ്തതുപോലെ ഈ കണ്ണാടിയിലേക്ക്, പൊടി പിടിച്ച കണ്ണാടിയിലേക്ക് നമ്മൾ നോക്കുന്നത് പോലെ ആയിപ്പോയി നമ്മുടെ അവസ്ഥ. ഇതിൽ നിന്ന് നമ്മെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പൊടിയൊക്കെ തൂത്തുകളഞ്ഞ് നമ്മുടെ ഹൃദയത്തിലുള്ള പാപത്തിൻ്റെ അവസ്ഥകളെ ഈശോ കുരിശിൽ മരിച്ച് അവിടുത്തെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ച് നമ്മെ പൂർണ്ണതയിലേക്ക് കൊണ്ടുവരികയാണ്. അതുകൊണ്ട് നമ്മൾ കുമ്പസാരിക്കുമ്പോൾ നമുക്ക് പാപമോചനം കിട്ടുന്നത്. ഈ കുമ്പസാരത്തിലൂടെയാണ് നമ്മൾ നമ്മുടെ പാപങ്ങളെ കഴുകിക്കളയുന്നത്. പരിപൂർണതയിലേക്കുള്ള യാത്രയിൽ നമ്മെ സഹായിക്കുന്ന കൂദാശയാണ് ഈ കുമ്പസാരം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ അടുപ്പിച്ചടുപ്പിച്ച് കുമ്പസാരിക്കണം, അല്ലേ? എന്തിനു വേണ്ടിയാണ്? നമ്മുടെ ലക്ഷ്യം എന്താ? ഒന്ന് പറഞ്ഞേ. നമ്മുടെ ലക്ഷ്യം എന്താണ്? സ്വർഗം. ഇത്തിരിയൂടെ ഡീപ്പായിട്ട് പറഞ്ഞ നിത്യജീവൻ, അല്ലേ? എല്ലാവരും ഒന്ന് പറഞ്ഞേ, നിത്യജീവനാണ് എൻ്റെ ലക്ഷ്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തിനാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 27-ാമത്തെ ഖണ്ഡികയിൽ പറയുന്നുണ്ട്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് അവനെ അറിയുവാനും സ്നേഹിക്കുവാനും സേവിക്കുവാനും ഈ ലോകത്തിലും നിത്യതയിലും അവനുമായി സന്തോഷകരമായ കൂട്ടായ്മയിൽ ജീവിക്കുവാനുമാണ്. ഈ ലോകത്തിൽ മാത്രം ജീവിക്കാൻ വേണ്ടിയിട്ടാണോ? അല്ല. ഇത് നമ്മൾ 1-ാം ക്ലാസ്സിൽ വേദപാഠത്തിന് പഠിക്കുന്ന ഒരു കാര്യമാണ്, അല്ലേ? ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് അവനെ അറിയുവാനും സ്നേഹിക്കുവാനും സേവിക്കുവാനും ഈ ലോകത്തിലും നിത്യതയിലും അവനുമായി സന്തോഷകരമായ കൂട്ടായ്മയിൽ ജീവിക്കുവാനുമാണ്. ദൈവവുമായിട്ടുള്ള ഒരു കൂട്ടായ്മയിൽ നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മെ വിളിച്ചത്. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമുക്ക് ആ കൂട്ടായ്മ കാണാൻ പറ്റും.
ഇല്ലേ? എല്ലാ ദിവസവും സായങ്കാലത്ത് ദൈവം ആദത്തിൻ്റെയും ഹവ്വായുടെയും കൂടെ നടക്കുവാനായിട്ട് വരുന്ന ഒരു രംഗം. ദൈവ മനുഷ്യ ബന്ധത്തിൻ്റെ അടിസ്ഥാനമായത്, ഒരു കൂട്ടായ്മയിൽ ജീവിക്കാൻ വേണ്ടിയാ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്നാൽ സാത്താൻ വന്നപ്പോൾ എന്താ സംഭവിച്ചേ? ദൈവത്തോട് കൂടെ നടന്ന് പരിപൂർണതയിലേക്ക് വളരേണ്ട മനുഷ്യൻ സാത്താൻ്റെ വാക്കുകേട്ട് പെട്ടെന്ന് ദൈവത്തെ പോലെയാകാനായിട്ട് പരിശ്രമിച്ചു. നമ്മുടെ സ്നേഹിക്കാനുള്ള കഴിവ് ഉപയോഗിച്ച്, ദൈവത്തെ അറിയുവാനുള്ള കഴിവ് ഉപയോഗിച്ച്, നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച്, നമ്മുടെ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ദൈവത്തിലേക്ക് വളരേണ്ടതിന് പകരം സാത്താൻ്റെ വാക്കുകൾ കേട്ട് പെട്ടെന്ന് ദൈവത്തെ പോലെയാകാൻ വേണ്ടി ഈ ഹവ്വയും ആദവും പരിശ്രമിച്ചു. അതാണ് അവർ ചെയ്ത തെറ്റ്. സ്നേഹമുള്ളവരെ, നമ്മുടെ വിളിയും ഈ ദൈവത്തെ മുഖാമുഖം കണ്ട് ദൈവത്തെ പോലെയായി, ദൈവത്തിൻ്റെ പുത്രനായിട്ട്, ദൈവത്തിൻ്റെ പുത്രിയായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള വിളി തന്നെയാണ് നമുക്കെല്ലാം ഉള്ളത്. അത് പാപം മൂലം മനുഷ്യവർഗം നഷ്ടപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഈശോ വന്ന് നമ്മെ രക്ഷിക്കുന്നത്, ആദ്യമുണ്ടായിരുന്ന ആ സ്നേഹത്തിലേക്ക്, ആ സ്നേഹാനുഭവത്തിലേക്ക് ഈശോ വീണ്ടും നമ്മളെ വിളിക്കുകയാണ്. പിതാവൊത്ത്, പുത്രനൊത്ത്, പരിശുദ്ധാത്മാവൊത്ത് ജീവിക്കുന്ന ആ അവസ്ഥയിലേക്കുള്ള വിളിയാണ് നിത്യജീവൻ. അതുകൊണ്ട് ആ നിത്യജീവൻ ആരംഭിക്കുന്നത് എവിടെയാണ്? നമ്മുടെ മാമോദീസായിലാണ്. നാം മാമോദീസ സ്വീകരിച്ചപ്പോൾ ഈ നിത്യജീവനിൽ നമ്മൾ പങ്കാളികളായി തീരുകയാണ് ചെയ്യുക. ആദത്തെ ഹവ്വായെയും സൃഷ്ടിച്ചപ്പോൾ അവർ പരിപൂർണരായിരുന്നില്ല, അല്ലേ? അവർ ദൈവത്തിങ്കലേക്ക് വളരേണ്ടതുണ്ടായിരുന്നു. അത് ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുമ്പോഴാണ് ആ വളർച്ചയുണ്ടായത്. അതുപോലെ മാമോദീസ സ്വീകരിക്കുമ്പോൾ നമ്മൾ ദൈവിക ജീവനിൽ പങ്കുപറ്റുകയാണ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ദൈവിക പുണ്യങ്ങളിൽ ജീവിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ കൃപയിൽ ജീവിച്ചുകൊണ്ട്, ദൈവത്തോട് ചേർന്ന് ജീവിച്ചുകൊണ്ട് സ്വർഗം ലക്ഷ്യമാക്കി നമ്മൾ മുന്നേറണം. അതാണ് നമ്മുടെ ജീവിത ലക്ഷ്യമെന്ന് പറയുക. മനുഷ്യൻ പാപം ചെയ്തെങ്കിലും ദൈവം മനുഷ്യനെ ഉപേക്ഷിക്കുന്നതായിട്ട് നമ്മൾ വചനത്തിൽ കാണുന്നില്ല. ദൈവം തൻ്റെ പുത്രനെ അയച്ച് നമുക്ക് രക്ഷയ്ക്ക് കാരണമായിട്ട് തീരുകയാണ്. അബ്രാഹത്തിലൂടെ, ഇസഹാക്കിലൂടെ, യാക്കോബിലൂടെയൊക്കെ, പ്രവാചകന്മാരിലൂടെയൊക്കെ ദൈവം തൻ്റെ സന്ദേശങ്ങൾ അയച്ചുകൊണ്ട്, അവസാനം തൻ്റെ പുത്രനെ അയച്ചുകൊണ്ട് നമുക്ക് നിത്യരക്ഷ അവിടുന്ന് നേടി തന്നിരിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ദൈവം മനുഷ്യനായത് നമ്മെ ദൈവിക ജീവിതത്തിൽ പങ്കാളികളാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. എന്നാൽ മനുഷ്യൻ്റെ ദുരാശ മൂലം അവൻ ഈ ദൈവിക ജീവിതത്തിൽ നിന്ന് അകന്നു പോവുകയാണ്. ദൈവിക ജീവനിൽ പങ്കാളികളാവുക എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ സത്തയായി, ദൈവത്തെ പോലെ ആയിത്തീരുന്നു എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. ദൈവിക ജീവനിൽ പങ്കുപറ്റിക്കൊണ്ട്, ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ വിശുദ്ധിയിൽ പങ്കുപറ്റിക്കൊണ്ട്, ദൈവത്തിൻ്റെ സ്നേഹത്തിൽ പങ്കുപറ്റിക്കൊണ്ട്, ഇവയിലെല്ലാം പങ്കുപറ്റിക്കൊണ്ട് ജീവിക്കാനുള്ള കൃപയാണ് നമുക്കുള്ളത്. അതുകൊണ്ട് വിശുദ്ധ ഗ്രിഗറി നമ്മോട് പറയുക, ക്രിസ്തു നമ്മുടെ
സ്വീകരിക്കപ്പെടാത്തതൊന്നും സൗഖ്യമാക്കപ്പെടുകയില്ല എന്ന വിശുദ്ധ ഗ്രിഗറി പറയുക. നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കപ്പെടാത്തതൊന്നും സൗഖ്യമാക്കപ്പെടുകയില്ല. അതുകൊണ്ട് ഈശോ എന്താ ചെയ്തേ? ഈശോയുടെ ജീവിതത്തിൽ ഈ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? നമ്മെ ദൈവത്തിൻ്റെ പുത്രരാക്കി തീർക്കാൻ വേണ്ടിയിട്ട്. സ്വീകരിക്കാത്തതൊന്നും സൗഖ്യമാക്കപ്പെടുകയില്ല എന്ന ഇതിനെക്കുറിച്ച് വിശുദ്ധ ഗ്രിഗറി പറയുക. മനുഷ്യ സ്വഭാവം സ്വീകരിച്ച ഈശോയെക്കുറിച്ച് വിശുദ്ധൻ പറഞ്ഞു വയ്ക്കുക. വിശുദ്ധ അത്തനാസിയൂസ് ഇപ്രകാരം പറയുന്നുണ്ട്: ഗോഡ് ബിക്കം മാൻ സോ ദാറ്റ് മാൻ മൈറ്റ് ബിക്കം ഗോഡ്. ഇതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ദൈവം മനുഷ്യനായി മനുഷ്യനെ ദൈവമാക്കാൻ വേണ്ടിയിട്ട്. ദൈവം മനുഷ്യനായത് മനുഷ്യനെ ദൈവമാക്കാൻ വേണ്ടിയിട്ടാണ് എന്ന വിശുദ്ധ അത്തനാസിയൂസ് പറയുക. ഇതിൻ്റെ അർത്ഥമെന്താ? നമ്മൾ ദൈവത്തിൻ്റെ കൃപയിൽ പങ്കുപറ്റി ജീവിക്കുന്നതിനെ കുറിച്ചാണ് പറയുക. സത്തയിൽ ദൈവത്തെ പോലെ ആകുന്നു എന്നുള്ളതല്ല. നമ്മുടെ പറുദീസയിലെ അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുന്നു എന്ന് തന്നെ അതിൻ്റെ അർത്ഥം. ദൈവത്തോട് ചേർന്ന് ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ ആലോചനയിൽ പങ്കുചേർന്ന് നമ്മൾ ജീവിക്കുന്ന ഒരു അവസ്ഥയാണത്. ഈ മനോഹരമായ അവസ്ഥയെക്കുറിച്ച് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ ഇരുമ്പ് ദണ്ഡിനെ എടുത്ത് തീയിൽ കുറേ നേരം വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മളൊക്കെ വാക്കത്തിയൊക്കെ കാച്ചിക്കാൻ പോകുന്നത് അല്ലേ? അല്ലെങ്കിൽ റബ്ബർ വെട്ടാൻ വേണ്ടിയിട്ട് കത്തി നമ്മൾ കൊല്ലൻ്റെ ആലയിൽ കൊടുത്ത് കാച്ചിക്കാനായിട്ട് പോകും അല്ലേ? കുറച്ചു നേരം ഇത് തീയിൽ വെച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഇത് പഴുത്ത് തീ പോലെയാവും അല്ലേ? കണ്ടു കഴിഞ്ഞാൽ തീക്കട്ടയാണ് എന്നേ നമുക്ക് തോന്നും. എന്നാൽ അത് യഥാർത്ഥത്തിൽ തീക്കട്ടയാണോ? അല്ല, അതിൻ്റെ ഇരുമ്പിൻ്റെ അംശമാണ്. അത് ഇരുമ്പിൻ്റെ ഒരു പീസാത്. എന്നാൽ തീയിൽ കുറച്ചു നേരം അത് ഇരുന്ന് കഴിഞ്ഞപ്പോൾ അത് തീ പോലെ ആയിത്തീരുകയാണ്. അതുപോലെയാണ് നമ്മുടെ ജീവിതം എന്ന് പറയുക. ദൈവത്തോട് ചേർന്ന് നമ്മൾ ജീവിക്കാനായിട്ട് തുടങ്ങുമ്പോൾ ഈ ഇരുമ്പിന് തീ പിടിച്ച പോലെ ആയിത്തീരും. നമ്മൾ ഇരുമ്പിന് തീ പിടിച്ച അവസ്ഥയിലേക്കാണ് നമ്മൾ കടന്നു വരേണ്ടത്. അപ്പോൾ നമ്മൾ സ്നേഹത്തിൽ ജീവിക്കാൻ തുടങ്ങും, വിശുദ്ധിയിൽ നമ്മൾ ജീവിക്കാനായിട്ട് തുടങ്ങും. ഈ വിശുദ്ധിയുടെ പ്രകാശം നമ്മൾ പരത്തുന്നവരായിട്ട് നമ്മൾ മാറും. അപ്പോഴെന്നെ കാണുന്നവരെന്ത് പറയും? അവനൊരു ക്രിസ്ത്യാനിയാണെന്ന് പറയും. ഇപ്പോൾ നമ്മെ കാണുന്നവർ എന്താ പറയുക? നമ്മളീ പ്രാർത്ഥിക്കാനൊക്കെ നമ്മൾ വരുന്നതല്ലേ അല്ലേ? നമ്മുടെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ മക്കളോടൊക്കെ പറയുമ്പോൾ മക്കളെന്ത് പറയും? പ്രാർത്ഥിക്കാൻ പോയിട്ട് വലിയ പ്രയോജനമൊന്നും ഇല്ല എന്ന് പറയും അല്ലേ? വെറുതെ പോകുന്നതല്ലേ എന്നവർ നമ്മളോട് ചോദിക്കാറില്ലേ? അല്ലെങ്കിൽ അയൽപക്കക്കാരൊക്കെ പറയല്ലേ അവൻ ഭയങ്കര പ്രാർത്ഥനക്കാരനാണ്, പക്ഷേ ജീവിതത്തിൽ ഇല്ല. സ്നേഹമുള്ളവരെ, ഇത് നമ്മുടെ ഒരു പരാജയമാണ്, വലിയൊരു പരാജയമാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആ പ്രാർത്ഥിക്കുന്നത് നമ്മൾ ജീവിക്കണം. അങ്ങനെ നമ്മൾ ജീവിക്കാനായിട്ട് തുടങ്ങുമ്പോൾ നമ്മളെ കാണുന്നവരെന്ത് പറയും? അവൻ ദൈവിക കൃപയിൽ ആശ്രയിച്ച്, ദൈവസ്നേഹത്തിൽ ആശ്രയിച്ച്, ദൈവിക ജീവനിൽ പങ്കുപറ്റി ജീവിക്കുന്നവരാണ് എന്ന് മറ്റുള്ളവർ നമ്മെക്കുറിച്ച് പറയുവാനായിട്ട് തുടങ്ങും. അപ്പോഴാണ് പിതാവ് പുത്രനിലായിരിക്കുന്നത് പോലെ, പുത്രൻ നമ്മിലായിരിക്കുന്നത് പോലെ, നമ്മൾ പുത്രനിലായിരിക്കുന്നത് പോലെ ആയിത്തീരുക. ഈശോയുടെ ആ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഫലമണിയുന്നത് അപ്പോഴായിരിക്കും.
നമ്മൾ ഈ ദൈവകൃപയിൽ ജീവിക്കാനായിട്ട് തുടങ്ങുമ്പോഴാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, നമുക്ക് ഈ ദൈവിക ജീവന് അനുഭവിച്ചറിഞ്ഞ് ജീവിക്കാനായിട്ട് പറ്റുന്നത് എങ്ങനെയാണ്? അനുദിനം നമ്മൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നുണ്ടല്ലേ? ഈ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ എല്ലാ ദിവസവും നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നുണ്ടല്ലേ? ഉണ്ടോ? അപ്പോഴെന്താ സംഭവിക്കുന്നത്? ദൈവം നമ്മിലേക്ക് എഴുന്നള്ളി വരികയാണ്, നമ്മിലായിത്തീരുകയാണ്. ഈശോ പറയുന്നത് എന്താണ്? ഞാനാണ് ജീവനുള്ള അപ്പം. ഈ ജീവനുള്ള അപ്പമാണ് നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ ഹൃദയത്തിലേക്ക്, നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു വരുന്നത്. അത് നമ്മൾ സ്വീകരിച്ചു കഴിയുമ്പോൾ നമുക്ക് ഈശോയെ പോലെ പ്രാർത്ഥിക്കാൻ പറ്റും, ഇല്ലേ? പിതാവേ, അങ്ങ് പുത്രനിലായിരുന്നതുപോലെ പുത്രൻ ഇപ്പോൾ എന്നിലായിരിക്കുകയാണ്. അതൊന്ന് അനുഭവിച്ചറിയാനായിട്ട് ദൈവമേ, നീ എനിക്കൊരു കൃപ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ കുർബാന സ്വീകരണം കഴിഞ്ഞ് വീട്ടിലോട്ട് ചെല്ലുമ്പോൾ മക്കൾ നമ്മെ നോക്കി എന്ത് പറയും? ഈശോയുടെ സാന്നിധ്യമാണ് എൻ്റെ അപ്പൻ, ഈശോയുടെ സാന്നിധ്യമാണ് എൻ്റെ അമ്മ എന്ന് പറയുന്ന അനുഭവത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റും. സ്നേഹമുള്ളവരെ, നമ്മുടെ വിളി എന്ന് പറയുന്നത് ഇതാ, വിശുദ്ധ കുർബാന അനുഭവിച്ച് വിശുദ്ധ കുർബാന ജീവിക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ ഈ ലോകത്തിൽ നിത്യജീവൻ ലക്ഷ്യമാക്കി ജീവിക്കുന്നതിൻ്റെ തുടർച്ചയാണ്, ഈ ലോക ജീവിതത്തിൻ്റെ തുടർച്ചയാണ്. അതാണ് നിത്യജീവൻ എന്ന് പറയുക. നമ്മളത് ഈ ലോകത്തിൽ അനുഭവിക്കുന്നത് വിശുദ്ധ കുർബാനയിലാണ്. അതുകൊണ്ട് ഇന്ന് മുതൽ നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നമ്മൾ എന്ത് വിചാരിക്കണം? ഈശോ എന്നിലുണ്ട്. പിതാവ് പുത്രനിലുള്ളതുപോലെ, പുത്രൻ പിതാവിലുള്ളതുപോലെ ഈശോ എന്നിലും ഞാൻ ഈശോയിലുമാണ് ജീവിക്കുന്നത് എന്ന് ആ ഒരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ നിത്യജീവനിലേക്കുള്ള വഴി നമുക്ക് തുറക്കപ്പെടുകയാണ്. പിന്നെ നമ്മൾ ജീവിച്ചാൽ മതി. ഈശോയോട് ചേർന്ന് ആ ഒരു പങ്കാളിത്തത്തിൽ, ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ ജീവിച്ചു തുടങ്ങിയാൽ മതി. അപ്പോൾ ദൈവിക ജീവനിൽ പങ്കുപറ്റാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് യോഹന്നാൻ ശ്ലീഹ 6-ാം അധ്യായം 54-ാമത്തെ തിരുവചനത്തിൽ പ്രകാരം പറയുക: എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. യോഹന്നാൻ ശ്ലീഹ എന്താ പറയുക? എൻ്റെ രക്തം ഭക്ഷിക്കുകയും എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. സ്നേഹമുള്ളവരെ, ഈ വചനത്തിൽ അടിയുറച്ച് നമ്മൾ ജീവിക്കാനായിട്ട് തുടങ്ങിയാൽ നമ്മൾ ഈ മരണത്തെ ഭയപ്പെട്ട് ഈ ലോകത്ത് ജീവിക്കേണ്ട ആവശ്യമില്ല. ഈ ലോകത്തിൽ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി സങ്കടപ്പെട്ട് വേദനിച്ചാകുലപ്പെട്ട് ജീവിക്കേണ്ട കാര്യമില്ല. ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് നമ്മൾ ജീവിക്കാം. എന്താ? ഞാനല്ല, എന്നിൽ ക്രിസ്തുവാണ് ജീവിക്കുന്നത് എന്ന്. ഞാനല്ല, എന്നിൽ ക്രിസ്തുവാണ് ജീവിക്കുന്നത് എന്ന് പറയാനായിട്ട് പറ്റും. എന്നെ കാണുന്നവർ, നമ്മളെ ഓരോരുത്തരെയും കാണുന്നവർ പറയുവാനായിട്ട് തുടങ്ങും: ഇവൻ ദൈവത്തിൻ്റെ കൃപയിൽ ജീവിക്കുന്ന വ്യക്തിയാണ്, ഇവനിൽ കാണുന്നത് വിശുദ്ധ കുർബാനയുടെ ഫലങ്ങളാണ് എന്ന് പറയുവാനായിട്ട് തുടങ്ങും. ഇവനിൽ ദൈവസ്നേഹമുണ്ട്, ദൈവത്തിൻ്റെ കൃപയുണ്ട് എന്ന് മറ്റുള്ളവർ പറയുവാനായിട്ട് തുടങ്ങും. ഇത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയല്ല, ഇത് മറ്റുള്ളവരെ കാണിച്ച് ജീവിക്കാൻ വേണ്ടിയല്ല. നമ്മുടെ ജീവിതം കണ്ടിട്ട് മറ്റുള്ളവർ ക്രിസ്തുവിലേക്ക് നടന്നെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പൗലോസ്ലിഹായെ കണ്ടവർ, അപ്പസ്തോലന്മാരെ കണ്ടവർ എന്താ ചെയ്തേ? അവരെ കണ്ടവർ ഈശോയെ കണ്ടു, ഈശോയിലേക്ക് നടന്നെടുത്തു.
സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതം കണ്ടിട്ട് മറ്റുള്ളവർ ഈശോയിലേക്ക് നടന്നെടുക്കുമ്പോഴാണ് നമ്മുടെ സുവിശേഷ പ്രഘോഷണം യഥാർത്ഥത്തിൽ ഫലമുള്ളതായിട്ട് തീരുക. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ ജീവിതത്തെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ദൈവം മനുഷ്യനായത് മനുഷ്യനെ ദൈവമകനാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ്. ദൈവിക ജീവിതത്തിൽ പങ്കുപറ്റിക്കൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാക്കി തീർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം ആരംഭിക്കുന്നത് മാമോദീസായിലാണ്. മാമോദീസായിൽ ആരംഭിക്കുന്ന ഈ ദൈവിക ജീവിതം, അതിനെ വളർത്തിക്കൊണ്ടുവരേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അത് ദൈവത്തിൻ്റെ കൃപയിൽ പങ്കുപറ്റിക്കൊണ്ടുള്ള ഒരു ജീവിതമാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. പൗലോസ് ശ്ലീഹ പറയുന്നത് പോലെ നമുക്കും പറയാനായിട്ട് പറ്റട്ടെ, ഇനി ഞാനല്ല, എന്നിൽ ക്രിസ്തുവാണ് ജീവിക്കുന്നത്. ഞാനല്ല ഈ ലോകത്തിൽ ജീവിക്കുന്നത്, എന്നിൽ ക്രിസ്തുവാണ് ജീവിക്കുന്നത്. ആ ക്രിസ്തുവിനെ ജീവിക്കുന്ന ക്രിസ്തുവിനെ പ്രഘോഷിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ.